Hi friends, welcome to Deepthi's World of Cooking. ഇന്നത്തെ റെസിപ്പി ഒരു നേന്ത്രപ്പഴം പ്രഥമനാണ്. അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണ് ഇതിനെടുക്കേണ്ടത്. പിന്നെ നേന്ത്രപ്പഴം തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ മാറ്റി ചെറുതായി മുറിച്ച് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 2 കട്ട ശർക്കരയാണ്. അത് 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കി നന്നായി അരിച്ചെടുക്കണം. അങ്ങനെ അരിച്ചെടുത്ത ശർക്കര പാനിയാണിത്. വേണ്ടത് 2.5 കപ്പ് രണ്ടാം പാൽ, അതായത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ 2.5 കപ്പ്. പിന്നെ കട്ടി കൂടിയ തേങ്ങാപ്പാൽ അത് 1/4 പാലാണ്, അത് 1 കപ്പും കൂടി ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് ഏലക്കായ് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, കുറച്ച് കാഷ്യൂനട്ട്, റേസിൻസ്, പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ആവശ്യമുണ്ട്. പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഈ നേന്ത്രപ്പഴം ചേർത്തതിന് ശേഷം നന്നായി ഒന്നത് വഴറ്റി കൊടുക്കണം. ഈ നെയ്യും പഴമൊക്കെ ചേർന്ന് ഈ പഴം നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. പഴം നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര പാനി ചേർത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് പാനിയിലുള്ള വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഇളക്കണം. നന്നായി കുറുകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ശർക്കരപ്പാനി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഈ 2ാം പാൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അത് 1ാം പാൽ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. കുറച്ച് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തുകൂടി നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം. റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്